എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ട്രിഗണോമെട്രി ത്രികോണമിതി എന്ന പാഠത്തിലെ ടെക്സ്റ്റ് ബുക്ക് പേജ് 120 ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സാധാരണ പരീക്ഷയ്ക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഈ ചിത്രം കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദി എഡ്ജ് ഓഫ് എ കനാൽ sees the top of a tree at an elevation of 70 degree. Stepping 10 meters back, he sees it at an elevation of 25 degree. The boy is 1.5 meters tall. How wide is the canal and how tall is the tree? ഒരു തോടിനരികത്ത് നിൽക്കുന്ന ഒരു കുട്ടി അക്കരയോട് ചേർന്നു നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകളറ്റം 70 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. 10 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് 25 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കുട്ടിയുടെ ഉയരം 1.5 മീറ്റർ. തോടിൻ്റെ വീതിയും മരത്തിൻ്റെ ഉയരവും കണക്കാക്കണം. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ തോടിൻ്റെ വീതി, ഈ മരത്തിൻ്റെ ഉയരം. അപ്പോൾ നമുക്ക് ആദ്യം റഫ് ഫിഗർ ഏകദേശ ചിത്രം വരയ്ക്കാം. ഇവിടെ AB കുട്ടിയാണ്. കുട്ടിയുടെ ഉയരം ഹൈറ്റ് എത്രയാണ്? 1.5 മീറ്റർ. തോടിനരികത്ത് നിൽക്കുന്ന കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരം. ഇതാണ് മരം. മരത്തിന് നമുക്ക് PQ എന്ന് പേര് കൊടുക്കാം. ഈ മരത്തിൻ്റെ മുകളറ്റം 70 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. മേൽക്കോൺ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോൾ ഈ കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ, നേരെയുള്ള നോട്ടം എങ്ങനെയാണ്? ഇങ്ങനെയാണ്. എഴുപത് ഡിഗ്രി മേൽക്കോണിലാണ് ഈ മരത്തിൻ്റെ മുകളറ്റം കുട്ടി കാണുന്നത്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് വ്യൂവിനും റേസ്ഡ് വ്യൂവിനും ഇടയിലുള്ള ഈ ആംഗിൾ 70 ഡിഗ്രിയാണ്. ഇത് തോടാണ്. തോടിൻ്റെ ഒരു കരയോട് ചേർന്ന് നിൽക്കുന്ന കുട്ടി മറുകരയോട് ചേർന്ന് നിൽക്കുന്ന മരത്തിൻ്റെ മുകളറ്റം 70 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. തോടിൻ്റെ ഇരുകരയോടും ചേർന്നാണ് കുട്ടിയും മരവുമുള്ളത്. അപ്പോൾ ഈ AP എന്ന് പറയുന്നത് തോടിൻ്റെ വീതിയാണ്. പിന്നെ കുട്ടി 10 മീറ്റർ പുറകോട്ട് മാറി. അപ്പോൾ കുട്ടിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ ഇതാണ്. കുട്ടിക്ക് 1.5 മീറ്റർ ഉയരമുണ്ട്. ഈ കുട്ടി 10 മീറ്റർ പുറകോട്ട് മാറി ഈ മരത്തിൻ്റെ മുകളറ്റം നോക്കിയപ്പോൾ 25 ഡിഗ്രി മേൽക്കോണിലാണ് മരത്തിൻ്റെ മുകളറ്റം കണ്ടത്. അപ്പോൾ കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ, നേരെയുള്ള നോട്ടം ഇങ്ങനെയാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ മുകളറ്റം കണ്ടത് 25 ഡിഗ്രി മേൽക്കോണിലാണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് വ്യൂവിനും റേസ്ഡ് വ്യൂവിനും ഇടയിലുള്ള ഈ ആംഗിൾ 25 ഡിഗ്രിയാണ്. കുട്ടിയുടെ പുതിയ പൊസിഷനാണ് CD. ആദ്യത്തെ പൊസിഷൻ AB, PQ മരം, ഈ AP എന്ന് പറഞ്ഞാൽ തോടിൻ്റെ വീതി. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് PQവും APയുമാണ് അല്ലേ? PQ ട്രീ ആണ്, മരം. അപ്പോൾ ഞാൻ ഈ പോയിന്റ് R എന്ന് പേര് കൊടുക്കുന്നു. ഈ BR എന്ന ലെങ്ത് ഞാൻ X എന്നെടുക്കുന്നു. QR H എന്നും എടുക്കുന്നു. അപ്പോൾ ലെറ്റ് BR ഈക്വൽ ടു X, QR ഈക്വൽ ടു H. അപ്പോൾ ഇൻ റൈറ്റ് ട്രയാങ്കിൾ BRQ, ഈ ട്രയാങ്കിളിൽ tan 70 എന്ത് വരും?
റൈറ്റ് ട്രയാങ്കിൾ BR ക്യൂവിൽ ഇതാണ് 90 ഡിഗ്രി. അപ്പം 90 ഡിഗ്രി കോണിന് എതിരെയുള്ള വശം BQ റൈറ്റ് ട്രയാങ്കിൾ BR ക്യൂവിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കർണമാണ്. അപ്പോൾ ഇൻ റൈറ്റ് ട്രയാങ്കിൾ BRQ tan 70 ഈക്വൽ ടു 70 ഡിഗ്രി കോണിന് എതിരെയുള്ള വശം QR, അത് H ആണ് അല്ലേ, H ബൈ 70 ഡിഗ്രി കോണിൻ്റെ സമീപവശം അഡ്ജസൻറ്റ് സൈഡ് അത് BR ആണ്, അത് X ആണ്. അപ്പോൾ tan 70 ഈക്വൽ ടു H ബൈ X. tan 70 2.7475 ആണ്. അപ്പോൾ 2.74 കഴിഞ്ഞ് 7 5-നേക്കാൾ വലിയ സംഖ്യയാണ്. അപ്പോൾ ഈ 74ൻ്റെ കൂടെ 1 കൂട്ടി 75, അതായത് 2.7475നെ നമുക്ക് 2.75 എന്നെഴുതാം. അപ്പോൾ tan 70 2.75 ഈക്വൽ ടു H ബൈ X. അപ്പോൾ 2.75 ഈ ബൈ എക്സ് സമത്തിൻ്റെ ഇടതുവശത്ത് വരുമ്പോൾ ഇൻറ്റു എക്സ് ആകും, ഈക്വൽ ടു H. അപ്പോൾ നമുക്ക് H ഈക്വൽ ടു 2.75x എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇൻ റൈറ്റ് ട്രയാങ്കിൾ DRQ DRQ ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഇതാണ് 90 ഡിഗ്രി കോൺ, ഇതിനെതിരെയുള്ള വശം DQ റൈറ്റ് ട്രയാങ്കിൾ DRQവിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണമാണ്. ഇവിടെ tan 25 എന്തായിരിക്കും? tan 25 25 ഡിഗ്രി കോണിന് എതിരെയുള്ള വശം അത് QR ആണ്, അത് H ആണെന്ന് നമുക്കറിയാം. H ബൈ 25 ഡിഗ്രി കോണിൻ്റെ സമീപവശം അത് ഈ DR ആണ്. DR എത്രയാണ്? DR ഈ DR എന്ന് പറഞ്ഞാൽ DB പ്ലസ് BR ആണ്. DR സമം DB പ്ലസ് BR. DB എത്രയാണ്? DB ഇവിടെ CA എത്രയാണ്? 10 മീറ്റർ. അപ്പം DBയും 10. അപ്പോൾ DB 10 BR X. അപ്പോൾ DR സമം 10 പ്ലസ് X എന്നെഴുതാം. അപ്പോൾ tan 25 ഈക്വൽ ടു H ബൈ DR എത്രയാണ്? 10 പ്ലസ് X. 10 പ്ലസ് X. ഇനി tan 25 എത്രയാണ്? tan 25 0.4663 ആണ്. അപ്പോൾ ഇവിടെ 0.46 കഴിഞ്ഞ് 6 ആണ്. ഇത് 5-നേക്കാൾ വലിയ സംഖ്യയാണ്. അപ്പോൾ ഈ 46ൻ്റെ കൂടെ 1 കൂട്ടി 47. 0.4663യെ 0.47 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ tan 25 0.47 ഈക്വൽ ടു H ബൈ 10 പ്ലസ് X. അപ്പോൾ 0.47 ഈ 10 പ്ലസ് എക്സ് സമത്തിൻ്റെ ഇടതുവശത്ത് വരുമ്പോൾ ഇൻറ്റു 10 പ്ലസ് എക്സ് ആവും. അപ്പോൾ ഇവിടെ 2 ടേം ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റ് ഇടണം. ഇൻറ്റു 10 പ്ലസ് എക്സ് ഈക്വൽ ടു H. അപ്പോൾ നമുക്ക് H ഈക്വൽ ടു 0.47 ഇൻറ്റു 10 പ്ലസ് എക്സ് എന്നെഴുതാം.
ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? h ഈക്വൽ ടു 2.75x. അപ്പോൾ h ഈക്വൽ ടു 2.75x ഇക്വേഷൻ നമ്പർ 1. h ഈക്വൽ ടു 0.47 ഇൻറ്റു 10 + x ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻ്റെയും സമത്തിൻ്റെ ഇടതുവശം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തുല്യമാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് h ആണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് വലതുവശവും തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആദ്യത്തെ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 2.75x 2.75x ഈക്വൽ ടു രണ്ടാമത്തെ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 0.47 ഇൻറ്റു 10 + x. അപ്പോൾ 2.75x ഈക്വൽ ടു ഞാൻ 0.47 കൊണ്ട് 10നെയും എക്സിനെയും ഗുണിക്കുന്നു. 0.47 ഇൻറ്റു 10 പ്ലസ് 0.47 ഇൻറ്റു എക്സ്. അപ്പോൾ 2.75x ഈക്വൽ ടു 0.47 ഇൻറ്റു 10 എന്താണ്? ഈ പോയിൻ്റ് ഒരു സ്ഥാനം വലത്തോട്ട് വരും. അപ്പോൾ 4.7 ആയിരിക്കും. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായോ? 0.47 ഇൻറ്റു 10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 47നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 470. 47ൻ്റെ കൂടെ ഒരു 0 ചേർത്താൽ മതി. നമുക്ക് 0.47 ഇൻറ്റു 10 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്. അപ്പോൾ ഉത്തരത്തിലും 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിൻ്റ് ഇടണം. അപ്പോൾ 4.70 എന്ന് പറഞ്ഞാൽ 4.7 ആണ്. അങ്ങനെയാണ് നമുക്ക് 4.7 കിട്ടിയത്. പ്ലസ് 0.47 ഇൻറ്റു എക്സ് എന്താണ്? 0.47x ആണ്. 0.47ഉം 0.47ഉം ഒന്ന് തന്നെയാണ് കേട്ടോ. ഇനി എക്സ് ഉള്ള ടേമിനെയൊക്കെ നമുക്ക് സമത്തിൻ്റെ ഒരു വശത്ത് കൊണ്ടുവരാം, സംഖ്യയെ സമത്തിൻ്റെ മറുവശത്തും. അപ്പോൾ ഇവിടെ എക്സ് ഉള്ള ടേം ഏതൊക്കെയാണ്? 2.75xഉം 0.47xുമാണ്. അപ്പോൾ ഞാൻ ഈ പ്ലസ് 0.47xനെ സമത്തിൻ്റെ ഇടതുവശത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് വരും? 2.75x. ഈ പ്ലസ് 0.47x സമത്തിൻ്റെ ഇടതുവശത്തേക്ക് വരുമ്പോൾ മൈനസ് 0.47x ആകും. ഈക്വൽ ടു 4.7. 2.75xും മൈനസ് 0.47x എന്താണ്? നമുക്ക് നോക്കാം. 2.75 മൈനസ് 0.47 8 2 2.28. അപ്പോൾ 2.75ഉം മൈനസ് 0.47 2.28 ആണ്. അപ്പോൾ 2.75x മൈനസ് 0.47x 2.28x ഈക്വൽ ടു 4.7. 2.28x എന്ന് പറഞ്ഞാൽ 2.28 ഇൻറ്റു എക്സ് എന്നാണ് അർത്ഥം. അപ്പോൾ എക്സ് ഈക്വൽ ടു 4.7 ഗുണിക്കണം 2.28 സമത്തിൻ്റെ വലതുവശത്ത് വരുമ്പോൾ ഹരിക്കണം 2.28 ആവും. അപ്പോൾ എക്സ് സമം 4.7/2.28. ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് 4.7നെ 2.28 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ 2.28ൻ്റെ ഈ പോയിൻ്റ് മാറ്റണം. അപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്.
അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് മാറ്റാൻ 2 0 ഉള്ള 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനെ 100 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇവിടെ വിലയിൽ മാറ്റം വരാതിരിക്കാൻ ന്യൂമറേറ്ററിനെയും 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 4.7 × 100 എന്ത് വരും? 47നെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 47ൻ്റെ കൂടെ 2 0 ചേർത്താൽ മതി. 4.7 × 100 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, അപ്പോൾ ഇവിടെ ഉത്തരത്തിലും ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിൻ്റ് ഇടണം. അപ്പോൾ 470.0 എന്ന് പറഞ്ഞാൽ 470 തന്നെയാണ്. 2.28 × 100. അപ്പോൾ ഈ 2.28ൻ്റെ പോയിൻ്റ് മാറും. അപ്പോൾ 228. അപ്പോൾ നമുക്ക് 470/228 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 470-ൽ 228 എത്ര പ്രാവശ്യം അടങ്ങും? 228നെ 1 കൊണ്ട് ഗുണിച്ചാൽ 228 ആണ്. 228 × 2 എത്രയാണ്? 2 16, 1 ബാക്കി, 2 4, 4 1 5, 2 4, 456. 228നെ 3 കൊണ്ട് ഗുണിച്ചാൽ 8 3 24, 2 ബാക്കി, 23 6, 6 2 8, 23 684 ആണ്. അത് 470നേക്കാൾ വലിയ സംഖ്യയാണ്. അപ്പം 470-ൽ 228 2 പ്രാവശ്യമേ അടങ്ങത്തുള്ളൂ. അപ്പോൾ 2. 2 × 228 എത്രയാണ്? 456. 470-ൽ നിന്ന് 456 കുറച്ചാൽ എത്രയാ? 4 1. ഇനി ഇവിടെ ഇറക്കിയിടാൻ സംഖ്യയുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഇട്ടിട്ട് 0 ഇടണം. 140നെ 228 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 140 228നേക്കാൾ ചെറിയ സംഖ്യയാണ് അല്ലേ? അപ്പോൾ ഹരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇവിടെ 0 ഇടണം. വീണ്ടും 0. 1400-ൽ 228 എത്ര പ്രാവശ്യം അടങ്ങും? നമുക്കൊരു പിടിയുമില്ല അല്ലേ? ഏതായാലും 228നെ ഒന്ന് 5 കൊണ്ട് ഗുണിച്ച് നോക്കാം, എത്ര കിട്ടുമെന്ന് നോക്കാം. 8 5 40, 4 ബാക്കി, I 2 10, 10 4 14, 1 ബാക്കി, I 2 10, 10 1 11. 1140 കിട്ടിയത് അല്ലേ? 1400ൻ്റെ അടുത്തൊന്നും വന്നില്ല. അപ്പോൾ 228നെ നമുക്ക് 6 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കാം. 8 48, 4 ബാക്കി, 26 12, 12 4 16, 1 ബാക്കി, 26 12, 12 1 13, 1368. 228നെ 7 കൊണ്ട് ഗുണിച്ചാൽ 8 56, 5 ബാക്കി, 27 14, 14 5 19, 1 ബാക്കി, 27 14, 14 1 15, 1596. അപ്പോൾ 1400നേക്കാൾ വലിയ സംഖ്യയാണ്. അപ്പോൾ 1400-ൽ 228 6 പ്രാവശ്യമാണ് അടങ്ങുന്നത്. അപ്പോൾ 6 × 228 എത്രയാണ്? 1368. 1400-ൽ നിന്ന് 1368 കുറച്ചാൽ 32. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനം വരെ ഹരിച്ചാൽ മതി. ഹരണം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 4.7/2.28 2.06 എന്ന് കിട്ടി. അപ്പോൾ x = 2.06 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് x 2.06 മീറ്റർ എന്ന് കിട്ടി. x എന്തായിരുന്നു? വിഡ്ത്ത് ഓഫ് ദി കനാൽ. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദി കനാൽ 2.06 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഹൈറ്റ് ഓഫ് ദി ട്രീ PQ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ PR എത്രയാണ്? AB 1.5 ആണ്. അപ്പം PR 1.5 ആയിരിക്കും. അപ്പം PR + RQ അതാണ് PQ. അപ്പോൾ നമുക്ക് RQ H എത്രയാണെന്ന് അറിയണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1-ൽ നിന്ന് നമുക്ക് H കണ്ടുപിടിക്കാം. H = 2.75x ആണ്. X നമുക്ക് 2.06 എന്ന് കിട്ടി. അപ്പോൾ
h ഈക്വൽ ടു 2.75. 2.75 എക്സ് എന്ന് പറഞ്ഞാൽ 2.75 ഇൻറ്റു എക്സ് ആണ്. അപ്പം 2.75 ഇൻറ്റു 2.06. ഇത് ഗുണിച്ചാൽ എത്രയാ? 275നെ 206 കൊണ്ട് ഗുണിച്ച് നോക്കണം. അപ്പോൾ 275 ഇൻറ്റു 206, 6 5 30, 3 ബാക്കി, 6 7 42, 42 3 45, 4 ബാക്കി, 26 12, 12 4 16. പിന്നെ 0 കൊണ്ട് ഗുണിച്ചാൽ എല്ലാം 0 ആയിരിക്കും. പിന്നെ 2 ഇൻറ്റു 5 10, 1 ബാക്കി, 27 14, 14 1 15, വീണ്ടും 1 ബാക്കി, 22 4, 4 1 5. 0 5 6 6 5. നമുക്ക് 2.75 ഇൻറ്റു 2.06 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും പോയിൻ്റ് ഉണ്ട്, ഇവിടെയും പോയിൻ്റ് ഉണ്ട്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഇവിടെയും 2 സ്ഥാനം, മൊത്തം 4 സ്ഥാനം. അപ്പോൾ ഉത്തരത്തിൽ 4 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിൻ്റ് ഇടണം. അപ്പോൾ 5.6650. അപ്പോൾ 5.66 കഴിഞ്ഞ് 5 ആണ്. അപ്പോൾ 66ൻ്റെ കൂടെ 1 കൂട്ടി 6 7. ഇതിനെ നമുക്ക് 5.67 എന്നെഴുതാം. അപ്പോൾ h സമം 5.67. അപ്പം നമുക്ക് h 5.67 എന്ന് കിട്ടി. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ട്രീ എന്ന് പറഞ്ഞാൽ PQ ആണ്. PQ എന്ന് പറഞ്ഞാൽ PR പ്ലസ് RQ. PR എത്രയാണ്? 1.5. 1.5 പ്ലസ് RQ 5.67. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയാൽ എത്രയാ? 5.67 പ്ലസ് 1.5. 7 6 5 11, 1 ബാക്കി, 5 1 6, 6 1 7, 7.17 മീറ്റർ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ട്രീ 7.17 മീറ്റർ.